ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് അറ്റ്മോസ്ഫിയറിക് ലേയേഴ്സിനെ പറ്റിയാണ്. ഈ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് ലേയേഴ്സ് എന്ന് പറയുന്ന പോർഷൻ. അതിൽ നിന്ന് സ്ഥിരം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇനിയും ചോദിക്കാൻ തന്നെ ചെയ്യുന്ന പോർഷനാണ്. ഈ അറ്റ്മോസ്ഫിയറിക് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഇത് ഭൂമിയുടെ ഏറ്റവും ടോപ്പിലെ സർഫേസ് ആണെന്ന് വിചാരിക്കും. നമ്മൾ ഈ ബിരിയാണി ദമ്മൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം റൈസ് ഇട്ട് പിന്നെ ചിക്കൻ ഇട്ടിട്ട് പിന്നെ വീണ്ടും റൈസ് ഇടുന്ന അങ്ങനത്തെ പരിപാടിയില്ലേ, അതുപോലെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് എന്ത് കിടക്കുന്നത്, ഭൂമിന്റെ ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിക് ലേയേഴ്സ് ഇരിക്കുന്നത്. അപ്പൊ ആ ലെയറുകളും ആ ലെയറിന് ഓരോരോ പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഇന്ന ഇന്നൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുമാണ് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും താഴത്തെ ലെയർ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ആണ്. അത് കഴിഞ്ഞിട്ട് സോറി ഏറ്റവും താഴത്തെ ലെയർ ട്രോപ്പോസ്ഫിയർ, അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റോസ്ഫിയർ വരും, അത് കഴിഞ്ഞിട്ട് മീസോസ്ഫിയർ വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന തെർമോസ്ഫിയർ വരും, തെർമോസ്ഫിയർ കഴിഞ്ഞിട്ട് എക്സോസ്ഫിയർ വരും. അപ്പൊ ഈ ഒരു ഓർഡറിലായിരിക്കും എന്ത് വരുന്നത്, അറ്റ്മോസ്ഫിയറിക് ലേയേഴ്സ് വരുന്നത്, അറ്റ്മോസ്ഫിയറിക് ലേയേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും താഴെയുള്ള ഏതാണ്, ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും താഴെയുള്ള ലെയർ എന്ന് പറയുന്നത് എന്താണ്, ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, ട്രോപ്പോസ്ഫിയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂമിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുമാതിരി ജിയോഡൽ, കറക്റ്റ് റൗണ്ട് അല്ല, ജിയോഡൽ, ഏകദേശം ആ ഓറഞ്ചിന്റെ ഷേപ്പാണ്. അതായത് ഓറഞ്ചിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഈ ഭാഗത്ത് പരന്നതും എന്നാൽ ഈ സൈഡിൽ റൗണ്ട് പോലെ. ഓക്കെ, ഇത്രയും പരപ്പില്ല, പരന്നല്ല. ഓക്കെ, ഞാൻ കാണിച്ചു തന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോൾ ഉണ്ടാവും, ഈ ഭാഗത്ത് ഇക്വേറ്റർ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ലെയർ ട്രോപ്പോസ്ഫിയറിന്റെ കേസിലും നമുക്ക് ആ ഒരു വ്യത്യാസം അവിടെ കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും ലോവസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് ലെയർ ഏതാണ്, ട്രോപ്പോസ്ഫിയർ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8 കിലോമീറ്റർ, ഏകദേശം എത്ര, 8 കിലോമീറ്റർ പോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 8 കിലോമീറ്ററും, പോളിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 8 കിലോമീറ്ററും. കാരണം ഇവിടെ ലെങ്ത് കുറവാണല്ലോ. ഇക്വേറ്റർ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്, 18 കിലോമീറ്ററുമാണ്. ഇക്വേറ്റർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്, 18 കിലോമീറ്ററുമാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഉയരം കൂടുമ്പോഴത്തേക്ക്, അതായത് ഉയരം കൂടുമ്പോഴത്തേക്ക് ഏകദേശം ഓരോ 165 സെന്റിമീറ്റർ കൂടുമ്പോഴത്തേക്കും അവിടെ ടെമ്പറേച്ചറിൽ ഒരു ഇൻക്രീസ് അല്ല ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. എവിടെ, ട്രോപ്പോസ്ഫിയറിൽ. ട്രോപ്പോസ്ഫിയറിന്റെ കേസിൽ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അതിന്റെ ഏകദേശം റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് കുറവ്. ഓക്കെ, അങ്ങനെ ആണ് ഇവിടെ കാണുന്നത്. ഇതിനെ നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയും. ഓക്കെ, ഏകദേശം അറ്റ്മോസ്ഫിയറിലുള്ള 90% ഡസ്റ്റ് പാർട്ടിക്കിളും വാട്ടർ വേപ്പേഴ്സും ഈ ഒരു ലെയറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു ലെയറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ വേരിയസ് ആയിട്ടുള്ള ക്ലൈമറ്റ്, വെതർ കണ്ടീഷൻ ഒക്കെ ടേക്സ് പ്ലേസ് ചെയ്യുന്ന സ്ഥലം ഏതാണ്, ഈ പറയുന്ന ട്രോപ്പോസ്ഫിയർ ആണ്. വേരിയസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചസ്, ദെൻ ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതർ ചേഞ്ചസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എവിടെയാണ്, ഈ പറയുന്ന ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പൊ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ലെയറിലോട്ട് പോകുമ്പോൾ ഒരു പോസ് വരും. ഓക്കെ, അതായത് രണ്ട് ലെയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ പോസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ ഈ സ്ട്രാറ്റോസ്ഫിയറിനും ട്രോപ്പോസ്ഫിയറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ലെയർ ഇല്ലേ, ആ റീജിയൻ ഇല്ലേ, അതിന് ട്രോപ്പോപോസ് എന്ന് പറയും. ഒരു ലൈൻ ഇട്ടിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ട്രോപ്പ് ഓഫ് പോസ്, ഇതൊക്കെ എന്താണ്, ആകാശത്ത് ഇങ്ങനെ ഒരു ലൈൻ ഒന്നും ഇല്ല, ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റ് ഒക്കെ ഏത് റീജിയനിലാണ് വരുന്നത്, ഇതിന്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പൊ മറ്റേ ട്രോപ്പോസ്ഫിയറിലായിരിക്കും കാണാൻ പറ്റുന്നത് കേട്ടോ, അതൊന്നും വിട്ടു പോകരുത്. അപ്പൊ അടുത്ത ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറും നമുക്ക് പഠിക്കാനുള്ള കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാനുള്ള കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 50 കിലോമീറ്റർ വരെ,
അതായത് താഴെ നോക്കിക്കഴിഞ്ഞാൽ സീ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 50 കിലോമീറ്റർ വരെയാണ് ഇത് കാണപ്പെടുന്നത്. 50 കിലോമീറ്റർ. ഞാൻ ഓർത്ത് വെച്ചേക്കണം, ട്രോപ്പോസ്ഫിയറിൽ നിന്ന് ഞാൻ സ്ട്രാറ്റോസ്ഫിയറിലോട്ട് എത്തിയപ്പോഴേക്ക് കണ്ടതാണ് ട്രോപ്പോഫോസ്. ഓക്കെ, ഇതിന്റെ ലോവർ ലെയർ 50 കിലോമീറ്റർ വരെയാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 20 കിലോമീറ്റർ വരെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും വരാൻ പോകില്ല. പക്ഷേ ഈ ഒരു ഹൈറ്റ് വീണ്ടും കൂടുമ്പോഴത്തേക്കും അവിടെ ടെമ്പറേച്ചറിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റും. ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ കേസിലാണ്, അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓസോൺ ലെയർ ഏതിനാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ പറയുന്ന ഓസോൺ ലെയർ കാണപ്പെടുന്നത്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ക്ലൗഡുകൾ കമ്പാരിറ്റീവ്ലി ട്രോപ്പോസ്ഫിയറിനെ അപേക്ഷിച്ച് കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ ക്ലൗഡ് ഇല്ലെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? നമ്മൾക്കിപ്പോൾ നമ്മുടെ റോഡിലൊക്കെ എന്താ പറയുക, വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവിടെ ഗട്ടറും ഹമ്പൊക്കെ കാണത്തില്ലേ? ഹമ്പൊക്കെ കാണുമ്പോഴത്തേക്കും വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഷേക്കും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടത്തില്ലേ? അതുപോലെയാണ് ആകാശത്തൂടെ എയറോപ്ലെയിൻ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകൾ പോകുമ്പോഴത്തേക്ക് ഈ ക്ലൗഡിൽ തട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ ക്ലൗഡ് ഈ ഒരു ലെയറിൽ ഇല്ലാത്ത കൊണ്ട് തന്നെ എന്തിന് അനുയോജ്യമായിരിക്കും? ഈ എയർക്രാഫ്റ്റിന്റെ ഒക്കെ ട്രാവലിന്, അല്ലെങ്കിൽ എയർ ട്രാവലിന് അനുയോജ്യമായിട്ടുണ്ടാകുന്ന ഒരു ഒരു റീജിയൺ ആണ് ഏതെന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ കേസിൽ പറയാനുള്ളത്. അടുത്ത സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് അടുത്ത ലെയർ ആയിട്ടുള്ള മിസോസ്ഫിയറിലോട്ട് പോകുമ്പോഴത്തേക്ക് വരുന്ന ആ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ബൗണ്ടറിനെ നമ്മൾ എന്തെന്ന് പറയും? സ്ട്രാറ്റോപോസ് എന്ന് പറയും. സ്ട്രാറ്റോപോസ്. അടുത്ത ലെയർ ഏതാണോ? മിസോസ്ഫിയർ ആണ്. അടുത്ത ലെയർ ഏതാണ്? മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മിസോസ്ഫിയർ ഏകദേശം 80 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ അപ് ടു 80 കിലോമീറ്റർ ആണ് ഈ പറയുന്ന മിസോസ്ഫിയർ കാണപ്പെടുന്നത് എത്ര? അപ് ടു 80 കിലോമീറ്റർ. 80 കിലോമീറ്റർ. ഓക്കെ, ഇവിടെയും ഹൈറ്റ് കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഇനി അങ്ങോട്ടേക്കുള്ള ലേയേഴ്സിലെല്ലാം തന്നെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം -100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ എമ്മിൽ വരുന്ന ഒരു ടൈമാണ് മീറ്റിയോസ്. അതായത് നമ്മുടെ ശൂന്യാകാശത്തു നിന്നൊക്കെ വരുന്ന നമ്മുടെ ഉൽക്കകളൊക്കെ ഇല്ലേ, അത് ഭൂമിയിലോട്ടൊക്കെ നേരെ പതിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? തീർന്നു, നമ്മൾ കാലി. അങ്ങനെ അതിൽ നിന്ന് ആ മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന മീറ്റിയോഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഉരുകിത്തീരുന്നത്, അല്ലെങ്കിൽ ഇല്ലാണ്ട് കത്തിത്തീരുന്നത്. ഓക്കെ, അപ്പൊ മീറ്റിയോഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? കത്തിത്തീരുന്ന ഏത് ലെയറിലാണ്? മീസോസ്ഫിയറിലാണ് മീറ്റിയോഴ്സ്. എം തെറ്റല്ല. ഈ ഒരു ലെയറിനെ തന്നെ ഡിസ്ട്രോയ്. ഈ ഒരു ലെയറിനെ തന്നെയാണ് നമ്മൾ എന്തെന്നും പറയുന്നത്? കീമോസ്ഫിയർ എന്ന് പറയുന്നത്. കീമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ലെയർ ഏതാണാവോ? ഈ പറയുന്ന മീസോസ്ഫിയർ ആണ്. എന്തുകൊണ്ടാണ് ഈ കീമോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം പറഞ്ഞു കൊടുക്കണമല്ലോ. ഞാൻ പറഞ്ഞു 80 കിലോമീറ്റർ വരെയാണ് ഈ പറയുന്ന മീസോസ്ഫിയർ ഉണ്ടാവണേന്ന് പറഞ്ഞു. ഏകദേശം 60 to 80 കിലോമീറ്ററിന് ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ പറയുന്ന മീസോസ്ഫിയറിന്റെ ഭാഗത്ത് നമ്മുടെ ഓക്സിജൻ ഉണ്ടല്ലോ. ഈ ഓക്സിജൻ അറ്റോമിക് ഫോമിലാണ് കാണപ്പെടുന്നത്. ഈ പറയുന്ന 60 to 80 ലെയറിൽ, 60 to 80 കിലോമീറ്ററിൽ കാണപ്പെടുന്നു. അറ്റോമിക് ഫോമിൽ ഓക്സിജൻ കാണപ്പെടുന്നു. ഓക്കെ, നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് ഈ എന്താ പറയുന്നത്, ഈ കത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ പറയുന്ന ഓക്സിജൻ, അല്ലെങ്കിൽ കത്തുന്ന വാതകമാണ്, കത്താൻ സഹായിക്കുന്ന ഏതോ വാതകമാണ് നമ്മുടെ ഓക്സിജൻ. അതൊന്ന് കൺഫേം ചെയ്തേക്കണം. അപ്പോൾ ആ ഓക്സിജന്റെ പ്രസൻസ് കാരണമാണ് സത്യം പറഞ്ഞ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ മീറ്റിയോഴ്സ് കത്തിത്തീരുന്നത്. അതുകൊണ്ടാണ് അറ്റോമിക് ഫോമിൽ കാണുന്നതുകൊണ്ട് കീമോസ്ഫിയർ എന്ന് പറയുന്നത്. മീറ്റിയോഴ്സ് ഡിസ്ട്രോയ് ചെയ്യാൻ കാരണം എന്താണ്? ഈ അറ്റോമിക് ഫോമിൽ കാണുന്നത്. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി മീസോസ്ഫിയർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ലെയറാണ് തെർമോസ്ഫിയർ. ലിറ്റോസ്ഫിയർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ലെയറാണ് എന്താണാവും? തെർമോസ്ഫിയർ.
തെർമോസ്ഫിയർ. ഇത് ആക്ച്വലി ഏകദേശം 80 കിലോമീറ്റർ തൊട്ട് 400 കിലോമീറ്റർ വരെയാണ് ഈ പറയുന്ന മീസോസ്ഫിയർ കാണപ്പെടുന്നത്. 80 കിലോമീറ്റർ തൊട്ട് 400 കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ കാണപ്പെടുന്നത്. മീസോസ്ഫിയർ ഈ ലെയറിന്റെ ഏറ്റവും ലോവർ പാർട്ട് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ലെയറാണ്. ഈ ലെയറിന്റെ ലോവർ പാർട്ട് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ലെയറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെയറിനാണ് പറയുന്ന പേരാണ് അയൺ സ്ഫിയർ. അയൺ സ്ഫിയർ, അയോൺ ചാർജ്ഡ് പാർട്ടിക്കിളിനാണല്ലോ അയോൺ എന്ന് പറയും, അയോണോസ്ഫിയർ എന്ന് പറയും. ഈ അയോണോസ്ഫിയറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ റേഡിയോ വേവിന്റെ ട്രാൻസ്മിഷന് ഈ ഒരു ലെയർ പ്രധാന പങ്ക് വഹിക്കുന്നു, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു. റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? പങ്ക് വഹിക്കുന്നു. ഓക്കെ. പക്ഷെ നമ്മൾ ഇതുവരെ ഹൈറ്റ് കൂടുന്നതും ടെമ്പറേച്ചർ കുറയുന്നതുമാണ്. പക്ഷെ ഈ ഒരു ലെയറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് പറ്റുന്നു? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അറോറ അറോറ ബോറിയാലിസ്, അതായത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഈ നിങ്ങൾ അറോറ എന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ നോർത്തേൺ പോളും സദേൺ നോർത്തേൺ പോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആകാശത്ത് കളറായിട്ടുള്ള മേഘങ്ങളെ പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ കൂടി നടക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതിനാണ് ഈ അറോറ ബോറിയാലിസിസ്, അറോറ ഓസ്ട്രാലിസിസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ സാധനത്തിനാണ്. ഈ സംഭവം, ഈ പ്രതിഭാസങ്ങൾ ചില സമയത്ത് തെർമോസ്ഫിയറിന്റെ ടോപ്പ് മോസ്റ്റ് ലെയറിലോ എക്സോസ്ഫിയറിന്റെ ലോവർ പാർട്ടിലോ നടക്കാറുണ്ട്. ഓക്കെ. ഓക്കെ, ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ അറോറയ്ക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയർ ഏതാണ്? ഈ പറയുന്ന ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ. ഇനി അടുത്തത് സോറി, ട്രോപ്പോസ്ഫിയർ തെർമോസ്ഫിയർ ആണ്. സോറി, തെർമോസ്ഫിയർ. ഇനി അടുത്ത ഏറ്റവും പുറമെ കിടക്കുന്ന ലെയർ ഉണ്ട്, എക്സിറ്റ് അടിച്ച് കിടക്കുന്ന ലെയർ. പുറത്തുള്ളവനെ പുറത്താക്കി എക്സിറ്റ് അടിച്ചെന്ന് വിചാരിക്കാം. എക്സോസ്ഫിയർ തിരിഞ്ഞു പോകാതിരിക്കാണ്, കാരണം ഏറ്റവും ഔട്ടർ കിടക്കുന്നത് തിരിഞ്ഞു പോകാതിരിക്കും. എക്സിറ്റ് അടിച്ചു എക്സോസ്ഫിയർ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ. അത് ബിയോണ്ട് 400 കിലോമീറ്റർ, 400 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് എന്ത് ലെയറാണ്? എക്സോസ്ഫിയർ ആണ്. ഓക്കെ. ഇവിടെ എന്താണ്? അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിന്റെ ഒക്കെ പ്രസൻസ് വളരെ കുറവാണ്. ഓക്കെ. ദെൻ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഹൈ വാല്യൂ ആണ്. ഏകദേശം 5000 കിലോമീറ്ററിന് അപ്പുറത്തൊക്കെ, 5000 സെൽഷ്യസിന് അപ്പുറത്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. ഇതാണ് ഈ ഒരു ലെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ. ടെമ്പറേച്ചർ 1000 ഡിഗ്രി സെൽഷ്യസ് മുകളിലാണ്. ചില സമയത്ത് 5000 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ അറൗണ്ട് ആകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രം ഓർത്ത് വെക്കുക. ഇത്രമാണ് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് സ്ട്രക്ചറിനെ പറ്റി ഓർക്കാനുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓർഡർ ഓർത്ത് വെച്ചേക്കണം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഇസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതാണ് ഈ ഒരു നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഓക്കെ.